സെൻസർ ബോർഡ് നിർദ്ദേശത്തെ തുടർന്ന് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേര് മാറ്റി. ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് പുതിയ പേര്. പേര് മാറ്റാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന കർശന നിലപാട് സെൻസർ ബോർഡ് എടുത്തതോടെയാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ പേര് മാറ്റിയത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ പേര്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പേരിട്ടുകൊണ്ട് തന്നെ ഇതിന്റെ ട്രെയിലർ ഇറങ്ങുകയും ചെയ്തു. ട്രെയിലറിന് അനുവാദവും കിട്ടിയിരുന്നു. പക്ഷേ തൊട്ട് പിന്നാലെയാണ് സെൻസർ ബോർഡ് ഈ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് നൽകാൻ കഴിയില്ല, അത് മാറ്റണം എന്നാവശ്യപ്പെട്ടത്. അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഭാരത സർക്കാർ എന്നുള്ളതിൽ ഭാരതം എന്നുള്ളത് ഒഴിവാക്കണം എന്നാണ് അവരുടെ ആവശ്യം. അത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാറ്റിയില്ലെങ്കിൽ ഈ ചിത്രത്തിന് പ്രദർശനാനുമതി നൽകില്ല എന്ന നിലപാടെടുത്തു. തുടർന്ന് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഭാരതം എന്ന പേര് മാറ്റി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന രീതിയിലേക്ക് ഈ ചിത്രത്തിന്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ചിത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറായത്. പേര് മാറ്റുന്നതിന് വേണ്ടി സെൻസർ ബോർഡിന്റെ മുകൾ തട്ടിലുള്ള സംവിധാനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നും ഇത് 1-2 മാസം സിനിമ നീണ്ടുപോകുന്നതിന് കാരണമാകുമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. അത് താങ്ങാൻ ഈ ചെറിയ സിനിമയ്ക്ക് സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പേര് മാറ്റിയത്. നിലവിൽ ആ പ്രതിസന്ധി ഒഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സെൻസർ ബോർഡിന്റെ കടുത്ത നിലപാട് മൂലം പേര് മാറ്റേണ്ടി വന്നു എന്നാണ് അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.